മുൻമന്ത്രി VS സുനിൽകുമാറിനെതിരെ CPI-യിൽ പടയൊരുക്കം. സാമ്പത്തിക സംവരണത്തെ എതിർക്കാനുള്ള പാർട്ടി കോൺഗ്രസ് തീരുമാനം വ്യക്തിഗത നേട്ടമായി ഉയർത്തിക്കാട്ടുന്നു എന്നാരോപിച്ചാണ് വിമർശനം. പാർട്ടി കോൺഗ്രസ് തീരുമാനം ആയുധമാക്കി അന്തരിച്ച സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ മുന്നാക്ക സംവരണ അനുകൂലിയായി ചിത്രീകരിക്കാൻ നടക്കുന്ന ശ്രമങ്ങളും നേതൃത്വത്തിലെ ഒരു വിഭാഗം സുനിലിനെതിരെ തിരിയാൻ കാരണമായിട്ടുണ്ട്. VS സുനിൽകുമാർ അവതരിപ്പിച്ച ഭേദഗതിയെ തുടർന്നാണ് ചണ്ഡീഗഡിൽ സമാപിച്ച CPI-യുടെ പാർട്ടി കോൺഗ്രസിൽ സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്ന തീരുമാനം വന്നത്. ഇതേ തുടർന്ന് VS സുനിൽകുമാറിനെ പ്രകീർത്തിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇതാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. പാർട്ടി തീരുമാനം വ്യക്തിഗത നേട്ടത്തിനായി സുനിൽകുമാർ ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ദേശീയ ഘടകത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ വരെയുള്ളവർ സുനിലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. പാർട്ടിയെടുത്ത പൊതു തീരുമാനത്തെ വ്യക്തി കേന്ദ്രീകൃതമായി മാറ്റുന്നുവെന്നാണ് വിമർശനം. ഈ നീക്കങ്ങളിൽ സഖാക്കൾ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശവും പാർട്ടി ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ മുന്നാക്ക സംവരണത്തെ അനുകൂലിച്ചു കൊണ്ടെടുത്ത നിലപാട് തിരുത്തിക്കൊണ്ടാണ് സാമ്പത്തിക സംവരണത്തെ എതിർക്കാൻ CPI പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത്. ഇതിന്റെ ചുവട് പിടിച്ച് കാനം രാജേന്ദ്രനെ മുന്നാക്ക സംവരണ അനുകൂലിയായി ചിത്രീകരിക്കുന്ന പ്രചാരണം നടക്കുന്നുണ്ട്. ഇതും സുനിൽകുമാറിനെതിരായ വിമർശനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. കാനത്തെ സാമ്പത്തിക സംവരണാനുകൂലിയായി പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. കാനം എഴുതിയ സംവരണവും CPI നിലപാടുമെന്ന പുസ്തകമാണ് ഇതിന്റെ തെളിവെന്നും അവർ പറയുന്നു. പാർട്ടി കോൺഗ്രസ് അനുകൂലിച്ച പാർട്ടി പരിപാടിയിലാണ് മുന്നാക്ക സംവരണത്തെ അനുകൂലിച്ച തീരുമാനം വന്നത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാനത്തെ ഇടതു സർക്കാർ മുന്നാക്കക്കാരിലെ 10% സംവരണം നൽകാൻ തീരുമാനിച്ചതെന്നും കാനം പക്ഷക്കാർ പറയുന്നു. സംവരണ വിഷയത്തിൽ സുനിൽകുമാറിനെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള നീക്കമാണെന്നും ആക്ഷേപമുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.